ഇപ്പൊ തൃപ്പൂണിത്തറ, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങൾ ഒരു ഇന്ത്യ സഖ്യം ആ തരത്തിലുള്ള ചിന്ത ഇടതു മുന്നണി കൺവീനർക്കുണ്ടോ? അല്ല, ഇന്ത്യ സഖ്യം ഫലപ്രദമായി രാജ്യത്ത് രൂപപ്പെടണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഇതിന് പ്രധാനമായും നേതൃത്വം കൊടുക്കേണ്ടുന്ന കോൺഗ്രസ് അതിന് സഹായകരമായ നിലപാടല്ല സ്വീകരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ ചെറിയ ചെറിയ പാർട്ടികളെല്ലാം അകറ്റി നിർത്തുക എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമല്ലാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ആ നിലപാട് കോൺഗ്രസ് തിരുത്തിയെങ്കിലേ എന്തിനാണോ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് കഴിയുള്ളൂ. കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന് യാതൊരു സാധ്യതയില്ല. ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. നിലപാടുകളിൽ മാറ്റം വരുത്തണം. നിലപാടുകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എവിടെയും ഇത് സാധ്യമാകും. അതിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞാൽ ഇതിന്റെ നിലപാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. ബി.ജെ.പി അകറ്റി നിർത്തുന്നതില് കോൺഗ്രസ് തയ്യാറായാൽ ഇടതുപക്ഷ ഞാനതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നിലപാടാണ് പ്രശ്നം. സാമ്പത്തിക നയത്തിൻ്റെ പ്രശ്നമുണ്ട്, വിദേശ നയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് ഈ വിഷയം. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു ഒരു ബദൽ സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ്. അതിന് ബി.ജെ.പി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് ഒരിക്കലും സഹായകരമല്ല. സാമ്പത്തിക നയത്തിൻ്റെ പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിലപാടും ബി.ജെ.പിൻ്റെ നിലപാടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒരുപോലെ തുടരുകയല്ലേ. ഒരു ബി.ജെ.പി രാഷ്ട്രീയമായിട്ട് അധികാരത്തിൽ വരുന്നതിനെ തടയുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. പക്ഷേ അതുമാത്രമാണോ പ്രശ്നം? ജനങ്ങളെ ജീവിത പ്രശ്നങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യണം. ബി.ജെ.പിയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഇതിൻ്റെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യത കുറവാണ്.